ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ ആത്മവിദ്യയാണ്. ആത്മാവിനെ സംബന്ധിച്ച അറിവാണ്. ആ അറിവില്ലെങ്കിൽ വേറെ എന്തറിഞ്ഞതുകൊണ്ടും ഒരു പ്രയോജനമില്ല. ഇതറിഞ്ഞാൽ പിന്നെ മറ്റൊന്നിൻ്റെയും അറിവ് വേണ്ടതാണ്. അതിനാൽ ഇതിനെ അറിഞ്ഞാൽ ആ വ്യക്തി പരിപൂർണ കൃതാർത്ഥനും സംതൃപ്തനും ആയിത്തീരും. അതുകൊണ്ട് ഒരു കവി പറയുന്നു, ഇതറിഞ്ഞോർക്കു മറ്റൊന്നും അറിയാനില്ല മന്നിതിൽ, പീയൂഷപാനം ചെയ്തുള്ളോ പിന്നെ എന്തു നുകർന്നിടും. അമൃത് ഭുജിച്ച ഒരാൾക്ക് പിന്നെ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതുപോലെ ആത്മാവിനെ കുറിച്ചറിഞ്ഞാൽ നാം ഓരോരുത്തരും അതാണ് എന്നും അതനുഭവമായാൽ പിന്നെ ഈ ലോകത്തിൽ അനുഭവിക്കാൻ യോഗ്യമായ മറ്റൊന്നും ഇല്ല എന്നും മനസ്സിലാവും. അതിനാൽ അതിനെ അറിയുക എന്നതാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർത്തവ്യം. ആ കർത്തവ്യ പരിപാലനത്തിന് വേണ്ടിയാണ് മാനവജന്മം. മാനവജന്മം സഫലമാകണമെങ്കിൽ നാം അതറിഞ്ഞേ പറ്റൂ. അത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് തത്വമസി എന്നത്. തത് എന്ന് പറഞ്ഞാൽ അത്, ത്വം എന്ന് പറഞ്ഞാൽ നീ, അസി എന്നാൽ ആകുന്നു, അത് നീ ആകുന്നു എന്ന പദമാണല്ലോ ശബരിമലയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. 4 വേദങ്ങളിലും 4 മഹാവാക്യങ്ങൾ പറയപ്പെടുന്നതിൽ 4ാമത്തെ മഹാവാക്യമാണ് തത്വമസി എന്ന് പറയുന്നത്. ആ തത്വമസി അനുഭവവേദ്യമാവുക എന്നതാണ് ജീവിതത്തിൽ നേടേണ്ട പരമപ്രധാനമായ ധർമ്മം. ആ ധർമ്മം നമുക്ക്, ആ അറിവ് നമുക്ക് നേടണമെങ്കിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കൂടിയേ കഴിയൂ. ധർമാധിഷ്ഠിതമായ ജീവിതം കൊണ്ട് കർമ്മവാസനകളെല്ലാം ക്ഷയിക്കുമ്പോൾ നമ്മളിൽ അന്തർലീനമായ പരമസത്യത്തെ നമുക്ക് ബോധിക്കാൻ സാധിക്കുന്നു. ധാർമ്മികമായ രീതിയിൽ അർത്ഥം സമ്പാദിച്ച് ഈ ദേഹത്തെ നിലനിർത്തണം ആ പരമസത്യം അറിയാൻ വേണ്ടി. അപ്രകാരം നാം ഇതിൽ നിന്ന്, ഈ ദേഹം ഞാനാണെന്ന തോന്നലിൽ നിന്നും ആത്മാവാണ് നാം ഓരോരുത്തരും എന്ന അനുഭവതലത്തിലേക്ക്, ദേഹം ഞാനാണെന്ന തോന്നൽ മാത്രമാണ്, എന്നാൽ മറ്റേതോ അനുഭവതലമാണ്. ആത്മാവാണെന്നത് അനുഭവവും ദേഹമാണെന്നത് തോന്നലുമാണ്. വാസ്തവത്തിൽ നാം ദേഹം അല്ല. നാം നമുക്ക് സഞ്ചരിക്കാനും ഭോഗങ്ങൾ അനുഭവിക്കാനുമുള്ള ഉപകരണം മാത്രമാണ് ഈ ദേഹം. ആ ദേഹത്തെ നാം സംരക്ഷിക്കേണ്ടത് പരമപ്രധാനമാണ്. ഏറ്റവും വലിയ ധർമ്മം ദേഹത്തെ രക്ഷിക്കുക എന്നതാണ്. അതുപോലെ ഓരോ ജീവനും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരുടെ ദേഹം. ആ ദേഹത്തെ നമ്മുടെ അല്പമായ സുഖത്തിന് വേണ്ടി ഒരു ജീവിയുടെയും ദേഹത്തെ നാം നശിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. ഒരു ശരീരത്തെയും നശിപ്പിച്ച് ഒരാളും സുഖിക്കുക എന്നത് പരമമായ അധർമ്മമാണ്. ആ അധർമ്മം ഒഴിവാക്കിയാൽ മാത്രമേ സംരക്ഷണമെന്ന പരമമായ ധർമ്മം നാം പരിപാലിക്കപ്പെടുകയുള്ളൂ. ഓരോ ശരീരത്തെയും സംരക്ഷിക്കുന്നതിന് അനിവാര്യമായ ഘടകങ്ങൾ നാം സൃഷ്ടിക്കുക എന്നത് ഏറ്റവും പുണ്യപ്രദമായ ഒന്നാണ്. ആ പുണ്യം കർമ്മമാണ് നാം ചെയ്യേണ്ടത്. ആദ്യത്തെ പുണ്യം ഈ ദേഹത്തെ നിലനിർത്തുക എന്ന്. രണ്ടാമത്തേത് മറ്റെല്ലാ ദേഹങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവസരം നാം കൊടുക്കുക എന്നത്. ആരുടെയും ദേഹത്തെ, ഒരു ജീവിയുടെയും ദേഹത്തെ നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. ഒരു ദേഹത്തെ ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല.
ഒരു കൊതുകിനെ പോലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമോ? പിന്നെ നമുക്ക് ഒരു ജീവിയെ ഹിംസിക്കാൻ എന്തധികാരമാണുള്ളത്? ഈ അറിവാണ് നാം നേടേണ്ടത്. ഇതറിഞ്ഞോർക്കു മറ്റൊന്നും അറിയാനില്ല മന്നിതിൽ. ഈ ഭൂമിയിൽ ഈ അറിവ് നേടിയാൽ പിന്നെ മറ്റൊരറിവിൻ്റെയും ആവശ്യമില്ല. ഇതറിഞ്ഞോർക്കു മറ്റൊന്നും അറിയാനില്ല മന്നിതിൽ. പീയൂഷപാനം ചെയ്തുള്ളോ പിന്നെ എന്തു നുകർന്നിടും? പീയൂഷം പാനം ചെയ്ത ഒരാൾക്ക് ഈ ഭൂമിയിലെ മറ്റ് വിഭവങ്ങളൊന്നും തന്നെ വൈഭവമായി തോന്നുകയില്ല. അതിനാൽ അതറിയാനാണ് നാം ശ്രമിക്കേണ്ടത്. ഏത് ആത്മാവിന്? ആ ആത്മാവ് തന്നെയാണ് നാം ഓരോരുത്തരും. അതിൽ നിന്ന് വേറെയല്ല. അത് തന്നെയാണെന്ന പരമസത്യം അനുഭവമാവലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്.